കാവേരി നദിയിലെ തർക്കം തമിഴകത്ത് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെ തന്നെ ആകെ ഒലിച്ചുകൊണ്ടുള്ള ആ വാർത്ത പുറത്തു വരുന്നത്. DMK നേതാവും തമിഴ്നാട് പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. വൻ പോലീസ് സന്നാഹത്തോടെ ചെന്നൈ നീലാങ്കരയിലെ വസതി വളഞ്ഞ് മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഉദയനിധിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. കാവേരി വിഷയത്തിൽ തഞ്ചാവൂരിൽ നടന്ന പ്രതിഷേധ യോഗത്തിനിടയിൽ ഉദയനിധി നടത്തിയ അപകീർത്തികരവും അതുപോലെ ദ്വയാർത്ഥങ്ങൾ നിറഞ്ഞതുമായ പ്രസംഗമാണ് ഈ പൊടുന്നനെയുള്ള അറസ്റ്റിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. പ്രശസ്ത നടിയും BJP നേതാവുമായ ഖുശ്ബു സുന്ദർ, അതുപോലെ പ്രമുഖ നടി തൃഷ കൃഷ്ണൻ, തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ ജോസഫ് വിജയ് എന്നിവരെ കൃത്യമായി ലക്ഷ്യമിട്ടായിരുന്നു ഉദയനിധിയുടെ ആ വിഷൻ ചീറ്റിലുണ്ടായത്. നമുക്കാദ്യം ഉദയനിധി സ്റ്റാലിൻ സംസാരിച്ച ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம், எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன இங்க தமிழ்நாட்டில் ஆட்சி நடத்துறதுக்கு காங்கிரஸ் உடைய தயவு வேணும். സദസ്സിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്കും ബഹളങ്ങൾക്കും മറുപടിയായി വിജയുടെ കുടുംബജീവിതം, മുൻ ഭാര്യ സംഗീതയുമായുള്ള വിഭജന പ്രശ്നങ്ങൾ, അതായത് നിലവിലവരുടെ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് തീരാറായി ഇരിപ്പുണ്ടെങ്കിലും ജീവനാംശ കേസ്, ഒത്തുതീർപ്പ് വാർത്തകൾ, സത്യപ്രതിജ്ഞ ചടങ്ങിൽ തൃശയുടെ സാന്നിധ്യം, പെരമ്പൂർ, തിരുച്ചിറപ്പള്ളി, ഈസ്റ്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് നീക്കങ്ങൾ എന്നിവയ്ക്ക് കൂട്ടിക്കെട്ടി തികച്ചും വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് ഉദയനിധി കടക്കുകയായിരുന്നു. പ്രസംഗത്തിൽ തൃശയുടെ പേര് തുറന്നു പറഞ്ഞില്ലെങ്കിലും ഉദയനിധി ഉദ്ദേശിച്ചത് ആരെയാണെന്ന് സദസ്സിനും രാഷ്ട്രീയ തമിഴകത്തിനും കൃത്യമായി മനസ്സിലാകുമായിരുന്നു. ഈ ഉയർന്ന ജനപദങ്ങളിൽ നിന്നും, അതായത് ഇത്തരത്തിലുള്ള ജനപദങ്ങളിൽ നിന്നും പ്രതിപക്ഷ നേതാവിൽ നിന്നുമുണ്ടായ ഈ നിഷ്കൃതമായ പ്രയോഗങ്ങൾക്കെതിരെ കടുത്ത രോഷമാണ് തമിഴ്നാട്ടിൽ ഉയർന്നു വന്നത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഖുശ്ബു സുന്ദർ ഉദയനിധി തൃശയോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു. DMK ഒപ്പമുള്ള സഖ്യകക്ഷികളായ കോൺഗ്രസും അതുപോലെ CPM-ഉം അടക്കമുള്ള ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഉദയനിധിയുടെ ഈ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യങ്ങളും കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് TVK വനിതാ വിഭാഗം ഭാരവാഹികൾ തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി അടിയന്തര പരാതി നൽകുന്നതും പോലീസ് കേസെടുക്കേണ്ടി വരുന്നതും. ഇതിലേറ്റവും രസകരമായ മറ്റൊരു വസ്തു കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അധിക്ഷേപ കേസുകളിൽ കുടുങ്ങി കസ്റ്റഡിയിലാകുന്ന മൂന്നാമത്തെ പ്രമുഖ DMK നേതാവാണ് ഉദയനിധി സ്റ്റാലിൻ. മുമ്പ് തിരുച്ചെന്തൂർ MLA അനിത രാധാകൃഷ്ണനെ ഇതുപോലെ കസ്റ്റഡിയിലെടുത്തുന്നു. അന്ന് പക്ഷേ സ്വന്തം ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ വിളാത്തിക്കുളം MLA മാർക്കണ്ഡേയനെ 15 ദിവസമാണ് പാളയംകോട്ട ജയിലിൽ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ അറസ്റ്റ് നേരിടേണ്ടി വന്നവരാണ്. ഇത്തരത്തിൽ കസ്റ്റഡിയിലാവുകയും ചെയ്തിരുന്നു. വിജയ് മുമ്പ് MK സ്റ്റാലിനോട് എനിക്ക് ബഹുമാനമുണ്ടെന്ന് പറയുമ്പോഴും അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും നിഴലിൽ മാത്രം വളർന്ന നേതാവെന്ന് ഉദയനിധിയെ കൃത്യമായി പരിഹസിച്ചിരുന്നു. ഇതിനു പുറമെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും DMK TVK നേതാക്കൾ തമ്മിൽ നിലനിന്നിരുന്ന രൂക്ഷമായ വാക്പോരുകളുടെയും പ്രതികാരത്തിൻ്റെയും തുടർച്ചയായി വേണം ഈ സംഭവത്തെ നമ്മൾ കാണാൻ. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ കണ്ടത് ചെന്നൈ നീലാങ്കരയുള്ള വസതിക്ക് മുന്നിലെ അതിനാടകീയമായ രംഗങ്ങളാണ്. ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർ അമൽ രാജ്, തഞ്ചാവൂർ DSP അളകേശൻ, ഡെപ്യൂട്ടി കമ്മീഷണർ വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് പട തന്നെ വീട് വളഞ്ഞ സാഹചര്യമുണ്ടായി. പോലീസിന്റെ സന്നദ്ധത കണ്ടതോടെ ഉദയനിധിയുടെ ഭാര്യ കൃതിക ഉദയനിധിക്കും അതുപോലെ തന്നെ മുൻ മന്ത്രി മാ സുബ്രഹ്മണ്യത്തിനും അറസ്റ്റ് വാറണ്ടും രേഖകളും ആവശ്യപ്പെട്ട് കടുത്ത വാർത്തകത്തിലേർപ്പെട്ടു. അതായത് അറസ്റ്റ് വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവർ തർക്കിക്കുന്ന സാഹചര്യമുണ്ടായി. ബാരിക്കേഡുകൾ ഉയർത്തി പോലീസ് സ്ഥലം തടഞ്ഞപ്പോൾ DMK പ്രവർത്തകർ അത് തകർക്കാൻ നോക്കിയതോടെ തെരുവിൽ വൻ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. മുൻ മന്ത്രി KN നെഹ്റു അതുപോലെ തന്നെ RS ഭാരതി അടക്കമുള്ള മുതിർന്ന DMK നേതാക്കളെയും സ്ഥലത്തെത്തി ശക്തമായി പ്രതിഷേധമുയർത്തി. കാരണം മറ്റൊന്നുമല്ല, നാളെ തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചര്യമാണ്. സഭയിൽ കാവേരി മേഘതാത്തു വിഷയത്തിൽ വിജയ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഉദയനിധി പദ്ധതിയിട്ടിരുന്നു. അതിനാൽ തമിഴ്നാട് നിയമസഭാ ചരിത്രത്തിൽ തന്നെ ആദ്യ ബജറ്റ് സമ്മേളനത്തിന് തലേന്ന് പ്രതിപക്ഷ നേതാവിനെ സഭയിൽ നിന്ന് തടയാനും ഒഴിവാക്കാനും TVK സർക്കാർ നടത്തിയ ആസൂത്രിത രാഷ്ട്രീയ നീക്കമാണിതെന്നാണ് DMK ഉയർത്തുന്ന പ്രധാന ആരോപണം. കോൺഗ്രസിനാകട്ടെ മുല്ലപ്പെരിയാർ അടക്കമുള്ള അയൽ സംസ്ഥാന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ തമിഴകത്തെ ഈ ജലതർക്കത്തിൽ ഒടുവിൽ ഏത് നിലപാട് സ്വീകരിക്കുമെന്ന ആശങ്കയും ഉണ്ടാകുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള കോടതിയുടെ തടസ്സങ്ങളെല്ലാം, അതായത് തടസ്സ സമയങ്ങളെല്ലാം അവസാനിച്ചതോടെ പോലീസ് നീലാങ്കര വസതിക്കുള്ളിൽ വെച്ച് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു. ഭാരതീയ ന്യായ സംഹിതയിലെ, അതായത് BNS വകുപ്പിലെ തമിഴ്നാട് സ്ത്രീ പീഡന നിരോധന നിയമത്തിലെയും IT ആക്ടിലെയും എല്ലാ കർശനമായ വകുപ്പുകളും പോലീസ് ചുമത്തിയിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഭിന്നിപ്പും ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് BNS വകുപ്പ് 196 എന്നുള്ള വകുപ്പ്, അതായത് 3 വർഷം വരെ തടവ് ലഭിക്കാനുള്ള വകുപ്പാണത്. ലഹള ഉണ്ടാക്കാനും പ്രകോപനം നടത്തിയുള്ള വകുപ്പ് 192, 1 വർഷം വരെ തടവ് ലഭിക്കാനുള്ളതാണ്. പൊതുസമാധാനം തകർക്കുന്നതിൻ്റെ വകുപ്പ് 352
22 2 വർഷം വരെ തടവ് ലഭിക്കുന്ന വകുപ്പാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുകയും വാക്കുകളാൽ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ചെയ്തതിനുള്ള വകുപ്പ് 79, പൊതുസ്ഥലത്ത് അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയതിനുള്ള വകുപ്പ് 296B അതായത് 3 മാസം തടവ് ലഭിക്കുന്നതാണ്. ഇത് ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് വകുപ്പ് 61, മുഖ്യമന്ത്രി വിജയ് ലക്ഷ്യമിട്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതിന് വകുപ്പ് 351, 2 എന്നിവയാണ് പ്രധാന വകുപ്പുകളായി ചുമത്തിയിരിക്കുന്നത്. ഇവയ്ക്കൊപ്പം കേസിലെ ഏറ്റവും നിർണായകമായ തമിഴ്നാട് സ്ത്രീ പീഡന നിരോധന നിയമത്തിലെ വകുപ്പ് 4, പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകളെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന വകുപ്പാണിത്. ഇതിന് 3 വർഷം വരെ തടവും ലഭിക്കും. ഇങ്ങനെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവം രാഷ്ട്രീയ നിരീക്ഷകരെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരെ കൊണ്ടുപോകുന്നത് 1/4 നൂറ്റാണ്ട് മുമ്പത്തെ മറ്റൊരു സംഭവത്തിലേക്കാണ്. 2001 ചെന്നൈ മേൽപ്പാല അഴിമതി ആരോപണ കേസിൽ ജയലളിത സർക്കാരിന്റെ പോലീസ് ഉദയനിധിയുടെ മുത്തച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ എം കരുണാനിധിയെ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറി ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയ അതേ ചരിത്ര സംഭവത്തിന് സമാനമായ കാഴ്ചയാണ് ഇപ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നതെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അറസ്റ്റിന് ശേഷം സുരക്ഷാ വാഹനത്തിൽ കൊണ്ടുപോകവേ DMK പ്രവർത്തകർ തെരുവിൽ വാഹനം തടഞ്ഞ് വൻ പ്രതിഷേധം അഴിച്ചുവിട്ടു. വാഹനത്തിലിരുന്ന് മാധ്യമങ്ങളോട് സംസാരിച്ച ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: താൻ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല. ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ പേരിൽ വ്യാജ വാർത്ത കെട്ടിച്ചമച്ച് ജാമ്യം കിട്ടാത്ത കള്ളക്കേസ് ഫയൽ ചെയ്തതാണ്. എന്ത് പ്രത്യാഘാതം വന്നാലും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടുക തന്നെ ചെയ്യും. കേസിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം DMKയുടെ അഭിഭാഷക സംഘം ചെന്നൈ ഹൈക്കോടതിയിൽ അടിയന്തര ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. അന്ന് കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത DMKയ്ക്ക് തമിഴ്നാട്ടിൽ വൻ രാഷ്ട്രീയ അനുഭവവും സഹതാപ തരംഗവും ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതുപോലെ അഴിമതി കേസിനല്ല, മറിച്ച് കാവേരി എന്ന തമിഴ്നാടിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി പോരാടിയതിനാണ് ഉദയനിധി സ്റ്റാലിൻ പോയതെന്ന് വരുത്തി തീർത്ത് ഈ അറസ്റ്റിനെ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ പ്രചരണായുധമാക്കാൻ DMK ഇപ്പോൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രമുഖ നടിക്കെതിരെ അപകീർത്തിപരമായി സംസാരിച്ച് പെട്ടെന്ന് അറസ്റ്റ് നേരിടേണ്ടി വന്നത് ഉദയനിധിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. തങ്ങളുടെ നേതാവിനെയും സഹപ്രവർത്തകയെയും അപമാനിച്ച കേസിൽ ഉദയനിധിയെ കൃത്യമായി കുരുക്കാൻ സാധിച്ചത് C. ജോസഫ് വിജയുടെയും TVKയുടെയും വലിയൊരു രാഷ്ട്രീയ വിജയമായി മാറുമ്പോൾ ചെന്നൈ, തഞ്ചാവൂർ, മധുരൈ, കോയമ്പത്തൂർ തുടങ്ങിയ നഗരങ്ങളിൽ DMK പ്രവർത്തകർ വ്യാപകമായി തെരുവിലിറങ്ങി ബസ്സിന് കല്ലേറും ഉപരോധവും അഴിച്ചുവിട്ടത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. മുമ്പ് സനാതന ധർമ്മ പരാമർശത്തിൽ അടക്കം കുടുങ്ങി പ്രതിരോധത്തിലായ ഉദയനിധി സ്റ്റാലിൻ്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാവി തന്നെ ഈ പെട്ടെന്നുള്ള അറസ്റ്റും റിമാൻഡ് നീക്കങ്ങളും വൻ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.